നവീനെ കുറിച്ച് ആലോചിച്ച് ഇനിയും കരയാൻ കാരണങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണോ അമ്മേ? ഒന്നുമില്ലടി. സ്നേഹത്തോടെ നിന്നെക്കുറിച്ച് ആലോചിച്ചാല് അമ്മയുടെ കണ്ണീന് കണ്ണീര് വരും. അതങ്ങനെയാ. കൃഷ്ണ, എന്നാ പിന്നെ മോളി ഭക്ഷണം അമ്മയ്ക്ക് കൊടുക്ക്. നീ അങ്ങ് ക്ഷീണിച്ചല്ലോടി. ആ അതെ, സ്നേഹമുള്ള അമ്മമാരൊക്കെ സ്ഥിരം പറയുന്നൊരു കാര്യം ഇത്. അല്ലാതെ എനിക്ക് ക്ഷീണമൊന്നുമില്ല. അവിടെന്താ, ഞാൻ പട്ടിണിയാണോ കിടക്കുന്നത്? അവിടെ പട്ടിണിയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അവസ്ഥയനുസരിച്ച് കൊട്ടാരമല്ലേ അത്. എന്റെ മോളുടെ ഭാഗ്യം. ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇനി കഴിച്ചൂടെ? കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. ആ എന്നാ കഴിച്ചേ. മോളെ, അമ്മയോടെ വന്നോണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ മോൾക്ക്? ഒരു കുഴപ്പമുണ്ടായില്ല. അതെല്ലാം അപ്പൊ തന്നെ നവീൻ പരിഹരിച്ചില്ലേ, പിന്നെന്താ? മോളെ വിവാഹം കഴിപ്പിച്ചയച്ച സ്ഥലത്ത് കള്ളം പറഞ്ഞു വരേണ്ടി വരിക, എന്റെ മോളെ ഒളിഞ്ഞു മാത്രം നോക്കേണ്ടി വരിക. വല്ലാത്തൊരു ജാതകം അമ്മയുടേതല്ലേ? എന്റെ അമ്മ ഇത് എന്നും അങ്ങനെയൊന്നും ആവില്ല. ഇതൊക്കെ മാറും. നവീൻ മോന്റെ കാര്യത്തിലാ ഒരു പ്രതീക്ഷ. സത്യങ്ങളെല്ലാം അറിഞ്ഞ അവൻ ക്ഷമിക്കുമായിരിക്കും. അത്രയ്ക്ക് നല്ലവനാ. മതി മതി, സംസാരിച്ചതൊക്കെ മതി. വേഗത അങ്ങോട്ട് കഴിച്ചേ. ഇതെന്തിനാ വേഗം വേഗം കഴിക്കുന്നേ? നിനക്ക് പോകാൻ തിരക്കോ മറ്റോ ഉണ്ടോ? അതെ, ഞാൻ പോകുന്നില്ല. ഇനി അതും പറഞ്ഞ് കഴുപ്പ് മുടക്കണ്ട. നീയും കഴിച്ചില്ലല്ലോ. ഞാനിത് കഴിഞ്ഞിട്ട് സുനന്ദേച്ചിയുടെ കൂടെ ഇരുന്ന് കഴിച്ചോളാം. വേണ്ട, ഇതാ ഞാൻ തരാം നിനക്ക്.